ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ആണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്തതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മുടെ എല്ലാം വീടുകളിൽ ഉണ്ടാകുന്ന സാധനം കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കൊഞ്ചിവിടെ ഞാൻ മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ കുറച്ച് അളവിൽ ഞാൻ കൊഞ്ച് എടുത്തിട്ടുള്ളൂ, ഉച്ചത്തേക്ക് ചോറിന് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂണ് മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, അതേപോലെ കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതേപോലെ പുരട്ടി വെച്ചിരിക്കാം. ഇനി ഞാൻ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കൊഞ്ചിൻ്റെ അളവനുസരിച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കിലോ അളവിൽ കൊഞ്ചല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഒരു മീഡിയം സൈസ് സവാള ചേർത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാൻ. ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെ എരിവുണ്ട്, അതുപോലെ മുളക് പൊടിയുടെ എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തില്ല കേട്ടോ. കുരുമുളക് പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ എരിവ് കുറച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ഒഴിവാക്കിയത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം മുഴുവനായിട്ട്, പൊടിയല്ല കേട്ടോ, മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി വേറൊരു മസാലകളും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് കൊഞ്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കൊഞ്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സവാളയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു അല്പം നേരം ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത ശേഷം ഇതൊന്ന് നിരത്തിയിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ട് നമുക്കിത് മൂക്കാൻ വേണ്ടി വെക്കാം. ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് എല്ലാ വശവും ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് മാത്രം മതി ചോറുണ്ണാൻ. സത്യം പറഞ്ഞാൽ വേറെ കറിയൊന്നും ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ സാധാരണ ചെയ്യാറ് മസാലയെല്ലാം പുരട്ടി ഡയറക്റ്റായിട്ട് എണ്ണയ്ക്കകത്തങ്ങ് വറുത്തെടുക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു നല്ലൊരു ടേസ്റ്റാണ്. ആ മുരിങ്ങ സവാളയും കൂട്ടി കൊഞ്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ല കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുപോകും. അങ്ങനെ ചെയ്യരുത്. സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.